അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരി വൺ. നമ്മുടെ മാജിക്കൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. എല്ലാവരും കഴിഞ്ഞ 2 ക്ലാസ്സുകൾ വളരെയധികം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് വീണ്ടും അതിനെ പ്രാക്ടീസ് ചെയ്യുക വഴി ആ പാഠത്തിൽ വളരെയധികം ഉഷാറായി മാറണം എന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. നേരെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ പറയും ഞാൻ ഉറങ്ങും, പറയാറില്ലേ? ഞാൻ ഉറങ്ങുമെന്ന് എങ്ങനെ പറയാം? ഉറങ്ങും എന്ന് പറയുമ്പോൾ അവിടെ ഒരു എന്നൊരു വാക്ക് അതിൻ്റെ അവസാനം വരുന്നുണ്ട്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പ്രയോഗിക്കേണ്ടത് വിൽ എന്നുള്ളതാണ്. വിൽ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം. ഇപ്പോൾ ഉറങ്ങുക എന്നുള്ളതിനോ സ്ലീപ്പ് എന്നാണ്. നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നാണ് അർത്ഥം. അപ്പോൾ വിൽ സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുമെന്നായി അർത്ഥം. അപ്പോൾ ഉറങ്ങും എന്നതിന് പറയാനുള്ള വാക്ക് വളരെ സിമ്പിളാണ്, വിൽ സ്ലീപ്പ്, ഉറങ്ങുമെന്നാണ്. ഇനി അതിൻ്റെ മുമ്പ് ഞാൻ ഉറങ്ങുമെന്നാണ് പറയണമെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് ആരാണോ ഉറങ്ങുന്നത് ആ ആൾക്ക് സബ്ജക്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അറബിയിലാൻസി ഫായിൽ എന്നും പറയും, മലയാളത്തിൽ കർത്താവ് എന്ന് വേണം പറയാം. അതിൻ്റെ ഗ്രാമർ ഭാഷ അങ്ങനെയാണ്, അതിലേക്ക് വല്ലാതെ പോകണമെന്നില്ല. അപ്പോൾ ആരാണോ ഉറങ്ങുന്നത് ആ ആളെ സംബന്ധിച്ച് പറയുന്നത് സബ്ജക്റ്റ് എന്നാണ്. അപ്പോൾ ഐ എന്നുള്ള വാക്കിനെ നമ്മൾ ആദ്യം ഉപയോഗിക്കണം. അപ്പോൾ ഐ വിൽ സ്ലീപ്പ്, ഞാൻ ഉറങ്ങുമെന്നായി. അപ്പോൾ നീ ഉറങ്ങുമെന്നാണെങ്കിലോ യു വിൽ സ്ലീപ്പ്, നീ ഉറങ്ങുമെന്നാണ്. ഇപ്പോൾ ഉറങ്ങുമെന്നാണ് പറയേണ്ടതെങ്കിലോ മദർ വിൽ സ്ലീപ്പ് എന്നാണ് പറയേണ്ടത്. ഈ ക്രമത്തിൽ. അപ്പോൾ നമ്മുടെ ക്രമം എന്താണ്? ക്രമം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബ് എന്നുള്ളതാണ്. സബ്ജക്റ്റ്, വിൽ, വെർബ്. ഇതാണ് ഇന്നത്തെ പാഠത്തിൻ്റെ ക്രമം. ഐ വിൽ സ്ലീപ്പ്, ഞാൻ ഉറങ്ങും. അർത്ഥം ഞാൻ ഉറങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടെ വേറൊരു വെർബ് നമുക്ക് വെച്ച് കൊടുക്കാം. ഐ വിൽ റൈറ്റ്, ഞാൻ എഴുതും എന്നാണ്. റൈറ്റ് എന്നതിൻ്റെ അർത്ഥം എഴുതുക എന്നാണ്. എഴുതുക എന്നതിന് നമ്മൾ ഉപയോഗിക്കേണ്ട വെർബ് റൈറ്റ് എന്നാണ് മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഐ വിൽ റൈറ്റ്, ഞാൻ എഴുതും എന്നാണ് അർത്ഥം. ഐ വിൽ റൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഓടും. ഐ വിൽ പ്ലേ, ഞാൻ കളിക്കും. ഐ വിൽ ഫോർഗെറ്റ്, ഞാൻ മറക്കും. ഇപ്പോൾ നമ്മളിവിടെ 5 വെർബാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ ക്ലാസ്സുകളിലും വ്യത്യസ്തമായ മറ്റു വെർബുകൾ എഴുതിയിട്ടുണ്ട്. ഓരോ വെർബുകളെയും നമ്മൾ എല്ലാ ക്ലാസ്സിലെയും പാഠത്തിലേക്ക് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ വെർബും അതുപോലെ തന്നെ എല്ലാ വാക്കുകളും മാറ്റിമറിച്ച് നമ്മൾ പ്രയോഗിച്ച് നാം പരിശീലിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠത്തിലും ഇതുപോലെ തന്നെ. ഇനി ഐ മാറ്റാം. യു വിൽ സ്ലീപ്പ്, നീ ഉറങ്ങുമെന്നായി അർത്ഥം. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു 100 1000 ഉദാഹരണം ഉണ്ടാക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? നമ്മൾ ഉദാഹരണം ഉണ്ടാക്കാൻ പറയുമ്പോൾ നമുക്ക് 1 2 ഉദാഹരണമേ കിട്ടുള്ളൂ. അതിൽ നമ്മൾ ഒതുങ്ങിക്കൂടും. നമുക്ക് ഉദാഹരണം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ഉദാഹരണങ്ങൾ ഉണ്ടാക്കാം. എങ്ങനെ? ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ ട്രിക്ക് ഞാൻ പറയാം. ഇപ്പോൾ 800 കോടി മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടല്ലോ. ഓരോരുത്തരെയും പേര് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിൻ്റെ അവിടെ യു എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ആ ആളുടെ പേരിന് വെച്ച് കഴിഞ്ഞാൽ ആ ആൾ ഉറങ്ങുമെന്നായി അർത്ഥം. അപ്പോൾ നമുക്ക് എന്തായി? അത്ര സെൻറ്റൻസ് നമുക്ക് കിട്ടി. ഇപ്പോൾ 1000 ആളുടെ പേര് ഇവിടെ വെച്ചാൽ വ്യത്യസ്തമായ 1000 ആളുകളുടെ പേര് വെച്ച് കഴിഞ്ഞാൽ 1000 ഇംഗ്ലീഷ് സെൻറ്റൻസ് നമ്മുടെ സ്വന്തം സെൻറ്റൻസായി മാറി. അതുപോലെ തന്നെ ഈ വില്ലിനെ നടുവിൽ നിലനിർത്തിക്കൊണ്ട് സ്ലീപ്പ് എന്നുള്ളതിൻ്റെ അവിടെ വെർബ്, എത്ര വെർബ് നമുക്ക് അറിയുന്നത് തന്നെ ഉണ്ട്, അതെല്ലാം വെച്ച് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ഉദാഹരണങ്ങളെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഉദാഹരണങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് ഇന്നലെ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വെർബ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഐ വിൽ മേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുമെന്നാണ്. യു വിൽ മേക്ക്, നീ ഉണ്ടാക്കുമെന്നാണ്. ഞങ്ങൾ ഉണ്ടാക്കും, കൂട്ടമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാക്കുമെന്നാണെങ്കിൽ വി വിൽ മേക്ക് എന്ന് പറഞ്ഞാൽ മതി. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് അർത്ഥം. നാം എന്നുമൊക്കെയാണ് അർത്ഥം. അതേപോലെ ഓരോരുത്തരുടെ പേര് നമുക്ക് വെക്കാം, ഓരോരുത്തരുടെ സ്ഥാന പേര് വെക്കാം. ഈ രൂപത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇതിനെ പല തവണയായിട്ട് ഉദാഹരണത്തിൽ പ്രയോഗിക്കാൻ നമുക്ക് സാധ്യമാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ പഴയ അനുഭവം മറക്കും. ഐ വിൽ ഫോർഗെറ്റ് മൈ പാസ്റ്റ് ഇൻസിഡൻറ്റ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഐ വിൽ ഫോർഗെറ്റ് മൈ പാസ്റ്റ് എക്സ്പീരിയൻസ്. ഞാൻ എൻ്റെ പഴയ അനുഭവം മറക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഈ വെർബ് കഴിഞ്ഞതിന് ശേഷം ആവശ്യമുള്ളത് എന്തോ അത് നമുക്കവിടെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഐ വിൽ റൈറ്റ്, ഞാൻ എഴുതും, അല്ലെങ്കിൽ നിങ്ങൾ എഴുതും. യു വിൽ റൈറ്റ്, അതിനുശേഷം നമുക്ക് എന്ത് എന്ന് വേണമെങ്കിൽ എഴുതാം. ഐ വിൽ റൈറ്റ് എ ലെറ്റർ, ഞാനൊരു കത്ത് എഴുതുന്നതാണ്, അല്ലെ എഴുതും. ഞാനൊരു കത്ത് എഴുതും.
ഈ അർത്ഥത്തിൽ നമുക്ക് നാലാമത് ആവശ്യമുള്ള സംഗതികളെ കൂട്ടിച്ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഐ വിൽ ഫോർഗെറ്റ്, ഞാൻ മറക്കും. ഐ വിൽ ഫോർഗെറ്റ് യു, ഞാൻ നിന്നെ മറക്കും എന്ന് നമുക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരാം. ഈ രൂപത്തിലാണ് നമ്മൾ ഇന്നത്തെ പാഠത്തെ പ്രയോഗിക്കേണ്ടത്. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം, സബ്ജക്റ്റായി വരുന്ന സ്ഥലത്ത് നമുക്ക് എന്തും ചേർക്കാമെന്ന് പറഞ്ഞു. അവിടെ വേണമെങ്കിൽ പക്ഷികളുടെ പേരോ അല്ലെങ്കിൽ മറ്റു ജീവികളുടെ പേരോ എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വസ്തുക്കളുടെ പേര് പോലും ഉപയോഗിക്കാം, നമുക്ക് സാധ്യമാവുന്നതാണ്. ഇപ്പോൾ ബസ് വിൽ കം എന്ന് പറഞ്ഞാൽ ബസ് വരും എന്നാണ് അർത്ഥം. ബസ് വിൽ ഗോ, ബസ് പോകും എന്നാണ് അർത്ഥം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉദാഹരണങ്ങളെ പലതവണയായിട്ട് പ്രയോഗിച്ചുകൊണ്ട് കൊണ്ടുവരാൻ കഴിയും. നമുക്ക് ഉദാഹരണങ്ങൾ ധാരാളം ഉണ്ടാക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉദാഹരണത്തിലേക്ക് പോകാനും കഴിയുന്നതാണ്. നമ്മൾ വിശ്വസിക്കുന്നത് പോലെയായിരിക്കും. എങ്ങനെയാണോ നമ്മൾ വിശ്വസിക്കുന്നത് അതുപോലെയാണ്. നമുക്ക് ഉദാഹരണം ഉണ്ടാക്കാൻ കഴിയും, ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ കഴിയും, നമുക്കിത് പഠിക്കാൻ കഴിയും, എനിക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ എനിക്കതിന് കഴിയും എന്നുള്ളതാണ്. ഒരു ദൃഢനിശ്ചയം നമുക്ക് ആവശ്യമാണ്. ഇംഗ്ലീഷിലൊരു പഴമൊഴി തന്നെയുണ്ട്, ഇഫ് ദർ ഈസ് വിൽ ദർ ഈസ് വേ എന്നാണ്. ദൃഢനിശ്ചയമുണ്ടെങ്കിൽ അതിനൊരു മാർഗവും ഉണ്ടാവുമെന്നാണ്. അറബിയിലൊരു പഴമൊഴിയുണ്ട്, ഹിമ്മത്തുർ റിജാൽ തഹദിമുൽ ജിബാൽ. മനുഷ്യരുടെ ദൃഢനിശ്ചയം അത് പർവ്വതങ്ങളെപ്പോലും അത് ഇല്ലാതെയാക്കുകയും പർവ്വതങ്ങളെപ്പോലും അത് പൊളിക്കാൻ പര്യാപ്തമായതുമാണ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയം ഉണ്ടായാൽ മതി, അതിനുള്ള മാർഗം തനിയെ തുറന്നു വരും. അപ്പോൾ ഉദാഹരണം ഉണ്ടാക്കാൻ പ്രയാസമോ ഇല്ല. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് ആവാൻ പറ്റിയ ഏതാനും ചില വാക്കുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. വി, നാം. ഇതിലെ ഇപ്പുറത്ത് കുറച്ച് വർബുകളുണ്ട്. അതിൽ ഓരോന്നും വെച്ചിട്ട് നിങ്ങൾ ഉദാഹരണം ഉണ്ടാക്കുക. ഉദാഹരണത്തിന് വി വിൽ സ്ലീപ്പ്, ഇന്നത്തെ പാഠം നമ്മളുടെ ഇതാണ്, എന്നുള്ളതാണ്. വില്ലാണ് ഉപയോഗിക്കേണ്ടത് നടുവിൽ. അതൊരിക്കലും നടുവിൽ നിന്ന് മാറ്റരുതേ. ഈ ക്രമം ഒരിക്കലും മാറ്റാൻ പാടില്ല. ഫസ്റ്റ് സബ്ജക്റ്റ് ആവണം. ആരാണോ പ്രവർത്തിക്കുന്നത് അവരായിരിക്കണം ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് സിസ്റ്റർ എന്നാണ് പറയേണ്ടതെങ്കിൽ സിസ്റ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ സിസ്റ്റർ വിൽ സ്ലീപ്പ്, സഹോദരി ഉറങ്ങുമെന്നായി. സിസ്റ്റർ വിൽ റൈറ്റ്, സഹോദരി എഴുതുമെന്നായി. സിസ്റ്റർ വിൽ റൺ, സഹോദരി ഓടുമെന്നാണ്. സിസ്റ്റർ വിൽ പ്ലേ, സഹോദരി കളിക്കുമെന്നാണ്. സിസ്റ്റർ വിൽ പ്ലേ ക്രിക്കറ്റ്, സഹോദരി ക്രിക്കറ്റ് കളിക്കുമെന്നായി. അതുപോലെ ബ്രദർ വിൽ സ്ലീപ്പ്, സഹോദരൻ ഉറങ്ങുമെന്നായി. ബ്രദർ വിൽ റൈറ്റ്, സഹോദരൻ എഴുതുമെന്നാണ്. ബ്രദർ വിൽ റൺ, സഹോദരൻ ഓടും എന്നാണ് ഇതിനർത്ഥം. ബ്രദർ വിൽ പ്ലേ, സഹോദരൻ കളിക്കും. ബ്രദർ വിൽ പ്ലേ ഫുട്ബോൾ, സഹോദരൻ ഫുട്ബോൾ കളിക്കും. ഇങ്ങനെ ഓരോന്നിനെയും ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നാണ്, ഹീ എന്ന് പറഞ്ഞാൽ അവൻ എന്നും അദ്ദേഹം എന്നും അർത്ഥം കിട്ടും. അപ്പം അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുമെന്നാണ് നമുക്ക് പറയേണ്ടത് എങ്കിൽ ഹീ വിൽ പ്ലേ ക്രിക്കറ്റ് എന്നാണ് പറയേണ്ടത്. അവൻ ക്രിക്കറ്റ് കളിക്കുമെന്നാണ് പറയേണ്ടത് എങ്കിലും ഹീ വിൽ പ്ലേ ക്രിക്കറ്റ് എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം ഹീ എന്നതിന് അവൻ എന്നും അദ്ദേഹം എന്നും അർത്ഥമുണ്ട്. അപ്രകാരം തന്നെ ദേ എന്നതിന് അവർ എന്നും അർത്ഥമുണ്ട്. ഇപ്പോൾ കുറേ കുട്ടികൾ അവർ ഫുട്ബോൾ കളിക്കുമെന്നാണ് പറയണമെങ്കിൽ ദേ വിൽ പ്ലേ ഫുട്ബോൾ എന്നാണ് പറയേണ്ടത്. അതുപോലെ അവ എന്നുള്ള അർത്ഥത്തിന് ബുദ്ധിയില്ലാത്ത ജീവികളെ സംബന്ധിച്ചും ഇപ്പോൾ പക്ഷികൾ കുറേ അവിടെ നിൽക്കുന്നുണ്ട്. ആ പക്ഷികളെ സംബന്ധിച്ച് നമ്മൾ പറയാണ് അവ പറക്കും, അവ. അപ്പോൾ ഇവിടെ അവ എന്നാണ് വരിക. അതിനും ദേ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ദേ വിൽ ഫ്ലൈ, അവ പറക്കും. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്? ദേ എന്നുള്ള പറക്കുന്നത് പക്ഷികളാണ്. അവിടെ ദേ എന്നുള്ളതിനെ ആദ്യം വെച്ചു, വിൽ എന്നതിനെ നടുവിൽ വെച്ചു ഇന്നത്തെ പാഠം. പിന്നെ ഫ്ലൈ, പറക്കുക എന്നുള്ളതിനെ വെർബാണ്, അത് മൂന്നാമതും വെച്ചു. ദേ വിൽ ഫ്ലൈ, അവ പറക്കും എന്നുള്ള അർത്ഥം നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഈ പാഠത്തെ പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും നോട്ട് എഴുതിയിട്ട് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക. വളരെ സന്തോഷകരമായ വിവരങ്ങളാണ് നമ്മുടെ ക്ലാസ് പുറത്തിറങ്ങിയതിന് ശേഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ആളുകളും പല ആളുകൾ മുഖേന നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, നേരിട്ടും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും ഒക്കെ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ അത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷദായകമാണ്. അതുകൊണ്ട് ഇനിയും നിങ്ങൾ തുടരുക, ഇനിയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പഠിച്ച് മുന്നേറാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.